ജാതിർനൈവ വർണ്ണോ ന ഭവതി പുരുഷോ നോ നപുംസം ന ച സ്ത്രീ നാകാരം നോ വികാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജ സമരസം സദ്ഗുരും തം നമാമി. ലക്ഷ്യോത്ഭ്രഷ്ട സമസ്ത ദുർഗമജനാൻ സന്മാർഗമാർഗേണയൻ സ്വസ്പഷ്ടാമൃത തത്വപൂരിതഗിരാ സർവസ്യ സംചോദക നാനാഭാവ വിചിത്ര ജീവിതരസാനുബോധയൻ സർവദാ ബ്രഹ്മാനന്ദ സുഖാനുദേശി ഭഗവൻ ധ്യാത്മമൂർത്തേ നമഃ. നമ്മള് മാലതി ചേച്ചി പരിചയപ്പെടാൻ ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റിലേക്ക് ആവാട്ടോ. ക്ലാസ് ഒന്ന് അവസാനിപ്പിക്കുമ്പോൾ ലാസ്റ്റിലാവാട്ടോ. ഞാൻ ശബ്ദം കേട്ടു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 20ാമത്തെ ശ്ലോകം വരെയാണ് ക്ലാസ്സിൽ പറയേണ്ടത്. നമ്മൾ യൂട്യൂബിൽ മുമ്പോട്ട് വന്നെങ്കിലും 20ാമത്തെ ശ്ലോകം വരെയാണ് ക്ലാസ്സിൽ പറയുന്നത്. ഞാൻ തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കാം. വേറെ ഒന്നുള്ളത് ഇന്നിപ്പോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 40 മുതൽക്ക് 62ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞാൽ അതും അപ്ലോഡ് ചെയ്യും. രണ്ടും വീഡിയോയും കൂടി ഇടാം. അപ്പൊ അതുകൊണ്ട് 60ാമത്തെ ശ്ലോകം വരെ പുസ്തകം കയ്യിലുള്ളവരൊക്കെ എടുത്തു വെച്ചിരുന്നുള്ളൂ. നമുക്ക് 60ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗം ഒന്നിച്ച് കുറച്ച് ഭാഗങ്ങൾ കാണാം. കാരണം ഇനിയുള്ള 20 ശ്ലോകങ്ങൾ വലിയൊരു വിഷയം പറയാനില്ല, ഒരുപാട് കഥയായിട്ട് പറയാനില്ല എന്നുള്ളതുകൊണ്ട് 40 ശ്ലോകങ്ങൾ ഒന്നിച്ച് നമുക്ക് കാണാം. കുറച്ച് സമയം കഴിഞ്ഞ് വേണ്ടി വരും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിരുന്ന വിഷയം നാരദ മഹർഷി യാത്രയെ കുറിച്ചിട്ടാണ്. നാരദ മഹർഷി ഭാഗവതത്തെ ഭാഗവതത്തെ സപ്താഹമായിട്ട് കേൾക്കാൻ ഉള്ള വിഷയം കേട്ടു എന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതിനു മുമ്പ് ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തെ മഹത്വത്തെ തൂക്കി നോക്കിയതിന്റെ കഥ. ശരിക്കു പറഞ്ഞാല് ഇങ്ങനെ ഒരു ഗ്രന്ഥത്തെ, ഏതെങ്കിലും ഒരു ഗ്രന്ഥം വളരെ വിശേഷപ്പെട്ടതാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളതിനെയൊക്കെ ഇകഴ്ത്തുന്ന ഒരു സമ്പ്രദായം പൊതുവെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ കാണാം. ദേവി ഭാഗവതം പറയുമ്പോൾ പറയും ബാക്കിയുള്ളതൊക്കെ എത്ര നിഷ്ഫലമാണ്, നിഷ്പ്രയോജനമാണ്, ഭാഗവതമാണ് ഏറ്റവും പ്രധാനം. അതുപോലെ രാമായണം വായിക്കുമ്പോൾ രാമായണമാണ് ഏറ്റവും പ്രധാനം, ദേവി ഭാഗവതം വായിക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനം, ഭാഗവതം ഇനി ശിവപുരാണമാണ് വായിക്കണമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ എല്ലാ ഗ്രന്ഥത്തിലും അങ്ങനെ ഒരു വാചകം കാണും. ശരിക്കും നമുക്ക് തോന്നും അത് മറ്റുള്ളതിനെയൊക്കെ നിന്ദിക്കല്ലേ എന്നുള്ള ഒരു തോന്നലുണ്ടാവും. വാസ്തവത്തിൽ അതിന്റെ ആവശ്യമില്ല. ഈ പുരാണങ്ങളുടെ ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ പുരാണങ്ങളുടേതായ ചില ലക്ഷണങ്ങളുണ്ട്. അതോടൊപ്പം ഈ സാഹിത്യത്തിൽ കൊടുത്തിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അതിവാദം എന്ന് പറയുന്നത്. അതിവാദം എന്ന് വെച്ചാൽ അതിശയോക്തിയായിട്ട് അങ്ങ് പറയുകയാണ്, കുറച്ചങ്ങോട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് പറയുക. നമ്മളിപ്പോഴത്തെ നാടൻ ഭാഷയിൽ അതിന് പറയാ തള്ളല് എന്ന് പറയും. അതങ്ങനെ പറഞ്ഞ വിരോധമില്ല എന്നാണ് സാഹിത്യത്തിന്റെ ഒരു ലക്ഷണം. കാരണം അങ്ങനെ കുറച്ചങ്ങോട്ട് കൂട്ടി പറഞ്ഞാലേ നമ്മൾ അതിന് ആവശ്യമുള്ളത് ഗ്രഹിച്ചാൽ മതി എന്ന് ഉള്ളത് കൊണ്ട് ഈ ലേശം ഒരു അതിവാദം ഉപയോഗിക്കാം. അപ്പൊ മറ്റുള്ളതിനെയൊക്കെ നിന്ദിച്ചാൽ അതിനർത്ഥം അതൊക്കെ മോശമാണെന്നുള്ള വാഗാർത്ഥം അല്ലെങ്കിൽ അതേ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ വിശേഷപ്പെട്ടതാണ് ഭാഗവതം. കാരണം ഇവിടെ 2 വാചകങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറയേണ്ടതാണ്. ലഘൂനി അന്യാനി ജാതാനി ഗൗരവേണ. മറ്റുള്ളതിന്റെ ഒക്കെ വളരെ ലഘുവാണ്, മറ്റുള്ളതൊക്കെ വളരെ കുറവുള്ളതാണ്. ഇത് വളരെ ഗൗരവമുള്ളതാണ് ഭാഗവതം, അതുകൊണ്ട് ഇത് വിശേഷപ്പെട്ടതാണ്. അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം അക്ഷരാർത്ഥത്തിൽ അങ്ങനെ എടുക്കണമെന്നില്ല. അതിന് ആകെപ്പാടെ ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, ഭാഗവതം വളരെ വിശേഷപ്പെട്ടതാണ് എന്ന് മാത്രം. അതിനപ്പുറത്ത് അതിന് മറ്റ് വേറെ ഏതെങ്കിലും അർത്ഥമൊന്നും കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നില്ല. എന്ന് വെച്ചാൽ മറ്റു ഇതിപ്പോ പത്മപുരാണത്തിലാണല്ലോ പറയുന്നത്. അപ്പൊ പത്മപുരാണം മോശമാണെന്ന് പത്മപുരാണം സ്വയം പറയുന്നത് പോലെ ആയി. അങ്ങനെയൊന്നും കണക്കാക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. രണ്ടാമത്, സാഹിത്യത്തിൽ നമ്മുടെ ഒരു പൊതുവായ ശൈലിയാണല്ലോ. നമ്മളിപ്പോ കോടി സൂര്യ സമപ്രഭ, 1000 സൂര്യന്മാരുടെ, കോടിക്കണക്കിന് സൂര്യന്മാരുണ്ടാവില്ല എന്നും കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രകാശത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് കുറച്ചധികം തേജസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് കോടി സൂര്യ സമപ്രഭ എന്ന് പറയും. അപ്പൊ ഈ അതിവാദം എന്നുള്ള ഒരു ആശയത്തെ നമ്മൾ ഇനി പത്മപുരാണത്തിലായാലും
ഭാഗവതം കേൾക്കുന്ന സമയത്തായാലും നമുക്കിത് ഓർമ്മയിൽ വേണം ഈ അതിവാദം എന്നുള്ളത്. കാരണം ഇടയിലൊക്കെ പല സ്ഥലങ്ങളിലും ഒക്കെ കുറച്ച് അതിശയോക്തി കലർത്തിയിട്ട് പലതും പറയും. രാവണന് 10 തലയുണ്ടായിരുന്നു. 10 തല ഇങ്ങനെ സണ്ട് സൈഡിൽ പിടിപ്പിച്ചിട്ട് നമ്മള് ഈ നാടകത്തിലോ സിനിമയിൽ നോവലിലോ ഒക്കെ കാണിച്ചു തരുന്നത് പോലെ കൊണ്ടുവന്ന് വെച്ചാൽ രാവണൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടു. പ്രസിദ്ധ സാഹിത്യകാരനായ സഞ്ജയൻ മാർനായർ സഞ്ജയൻ ഈ രാവണന്റെ ചിത്രത്തെ കുറിച്ചിട്ട് ഒരു സ്ഥലത്ത് പറഞ്ഞു അദ്ദേഹത്തിന് ജലദോഷം വന്നാൽ എങ്ങനെ ഇരിക്കും, ഒരു ഹാസ്യാത്മകമായിട്ട് കാണിക്കുന്നു. 10 തലയൊക്കെ ഉള്ള ആളുടെ അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടാവും. നമുക്കൊക്കെ ഒരു തല തന്നെ കൊണ്ടിടക്കാൻ വിഷമമാണ്. അപ്പൊ അത് അതിശയോക്തിയാണ്, അല്ലെങ്കിൽ അതിവാദമാണ്. അദ്ദേഹത്തിന് 10 തലയുടെ ബുദ്ധി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 6 ശാസ്ത്രങ്ങളെയും 4 വേദങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ള ആളായിരുന്നു എന്നൊക്കെ നമ്മൾ അതിന്റെ വാച്യാർത്ഥം, അതിന്റെ ആശയത്തെ ഉൾക്കൊള്ളണം. ആ വാക്കിന്റെ അർത്ഥം അതേപടി ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. അത് പുരാണങ്ങളുടെ ഒരു ശൈലിയാണ്, കുറച്ചങ്ങോട്ട് ഭാവന കലർത്തി പറയുക എന്നുള്ളത്. അപ്പൊ ഇവിടെയും അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി തുടർന്ന് അപ്പൊ ഭാഗവതന്റെ മഹത്വത്തെ അവിടെ സൂചിപ്പിച്ചതിന് ശേഷം തുടർന്ന് പറയുകയാണ്, സപ്താഹേന ശ്രുതം. ഈ ഭാഗവതത്തെ സപ്താഹമായിട്ട് കേട്ടാൽ അത് വളരെ വിശേഷമാണെന്നും അത് ആ സപ്താഹമായിട്ട് കേൾക്കുന്ന വിധിയെ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തത് സനകാദികളാണ് എന്ന്. സനകാദികളാണത് പറഞ്ഞു കൊടുത്തത്. അപ്പൊ സനകാദികൾ, സനകൻ, സനാതനൻ, സനന്ദനൻ, സനൽകുമാരൻ, ഈ 4 പേര് നാരദ മഹർഷിയെ സംബന്ധിച്ച് അവര് ജ്യേഷ്ഠന്മാരാണ്. ബ്രഹ്മാവിൽ നിന്ന് ആദ്യം ഉണ്ടായത് സനകാദികളാണ്. സനകാദികൾക്ക് ശേഷം ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടായ സനകാദികളാണ്. സനകാദികൾ ഉണ്ടായതിനു ശേഷമാണ് പിന്നീട് നാരദൻ അടക്കമുള്ള ആളുകളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ നാരദനെ സംബന്ധിച്ച് അവർ ജ്യേഷ്ഠനാണ്. പക്ഷെ സനകാദികൾക്ക് അങ്ങനെ ജ്യേഷ്ഠൻ അനുജൻ എന്നുള്ള ബന്ധമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ജനിച്ചപ്പോൾ തന്നെ സർവസംഘ പരിത്യാഗികളായിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ അനുജനാണെന്നോ ജ്യേഷ്ഠനാണെന്നോ ബന്ധമില്ല. നാരദ മഹർഷിക്കും അങ്ങനെയില്ല. അദ്ദേഹത്തിനും അങ്ങനെ ഒരു വ്യക്തിബന്ധങ്ങളൊന്നും കൊണ്ട് നടക്കുന്ന ആളല്ല, യോഗിയാണ്. അപ്പൊ 2 യോഗികൾ എന്ന് മാത്രം കണ്ടാൽ മതി. നമുക്ക് നമ്മുടെ ഒരു തലത്തിൽ നിന്ന് അവർ സഹോദരങ്ങളാണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം എന്ന് മാത്രം. അപ്പൊ ഏതായാലും നാരദ മഹർഷിക്ക് അവരാണ് ഈ കഥ പറഞ്ഞു കൊടുത്തത്, സപ്താഹമായിട്ട് കേൾക്കാനുള്ള വഴി ഉപദേശിച്ചു കൊടുത്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടായി, ഈ സനകാദികള് എവിടുന്നാണ് ഉപദേശിച്ചത്, എന്തിനു വേണ്ടിയാണ് ഉപദേശിച്ചത് എന്നുള്ള ചോദ്യം ഉണ്ടായി. അപ്പൊ അതിന്റെ ഉത്തരമായിട്ടാണ് ബദ്രീനാഥത്തിൽ വെച്ച് അവർ കണ്ടുമുട്ടി എന്ന് പറയുന്നത്. ബദരിയിൽ വെച്ചിട്ടാണ് അവരുടെ കാഴ്ച ഉണ്ടായത്. എവിടുന്നാണ് ബദരിയിലേക്ക് എത്താൻ എന്താ ഉണ്ടായത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം വന്നത്. അതിന്റെ മറുപടിയായിട്ട് അവിടെ ഒരു ചിത്രം, ഒരു രംഗം കാണിച്ചു തരാം. നാരദ മഹർഷി ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടതിനെ കുറിച്ചിട്ടും പോയ സ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ വിസ്തരിച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുന്നയാള് നാരദനായതുകൊണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ് അദ്ദേഹം പോയതൊക്കെ. ഹരിദ്വാറിലും കുരുക്ഷേത്രത്തിലും ശ്രീരംഗത്തിലൊക്കെ പോയി. അതുപോലെ എന്ന് വെച്ചാൽ ഭാരതം മുഴുവൻ പോയിട്ടുണ്ട്. കൂട്ടത്തിൽ ഇവിടെ ഇടയ്ക്ക് ഈ ഓഫ് ടോപ്പിക്കുകൾ നമ്മള് ശ്ലോകത്തിന്റെ അർത്ഥം മുഴുവൻ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, തൊട്ട് മുമ്പത്തെ വീഡിയോയിലുണ്ടല്ലോ. അങ്ങനെ അല്ലാത്ത ചില വിഷയങ്ങളാണ് ഇടയിലിടയിൽ ഈ ക്ലാസ്സിൽ എടുത്ത് പറയേണ്ടത്. അതിലൊന്നാണ് ഇപ്പോൾ ഉള്ള ഒരു വാദം. പൊതുവെ നമ്മുടെ ഈ സനാതന ധർമ്മത്തെ കുറിച്ച് കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒന്നാണ്, ഇതൊരു ഉത്തരേന്ത്യൻ സിദ്ധാന്തമാണ്, ദക്ഷിണേന്ത്യയിൽ ഈ ആശയങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലുള്ളവരെ പരിഗണിക്കാറേ ഇല്ല, ഇത് ഉത്തരേന്ത്യൻ എന്തോ ആണ് എന്നുള്ള ഒരു ചിന്ത. വാസ്തവത്തിൽ ഭാഗവതത്തിന്റെ കാലത്തോ അല്ലെങ്കിൽ ഈ ഇതിഹാസ പുരാണങ്ങളുടെ കാലത്തോ അങ്ങനെ സൗത്ത് നോർത്ത്, ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നൊരു വേർതിരിവില്ല. എന്ന് മാത്രമല്ല ഇവിടെ അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ ആദ്യം തന്നെ പറഞ്ഞ പേര് ഹരിക്ഷേത്രം, അത് അങ്ങേയറ്റത്ത് വടക്ക് ഭാഗത്തുള്ളതാണ് ഹരിദ്വാർ. കുരുക്ഷേത്രം ഏതാണ്ട് ഡൽഹിയുടെ ഇപ്പുറത്തുള്ള സ്ഥലമാണ്, ഹരിയാനയിലാണ് കുരുക്ഷേത്രം ഉള്ളത്, യുദ്ധം നടന്ന സ്ഥലം. അത് കഴിഞ്ഞ് അടുത്ത പേര് പറഞ്ഞത് ശ്രീരംഗമാണ്. ശ്രീരംഗം നമ്മുടെ നാട്ടിലാണ്, ദക്ഷിണേന്ത്യയിലാണ്, തമിഴ്നാട്ടിലുള്ളതാണ് ശ്രീരംഗം. അപ്പോൾ അത് ഇപ്പുറത്തുള്ളതാണ്. സേതുബന്ധനം എന്നത് രാമേശ്വരമാണ്, കന്യാകുമാരിയുടെ അടുത്താണ്. ഏവമാദിഷു തീർത്ഥേഷു, ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി എന്നാണ്. അപ്പൊ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്നുള്ള ഒരു വേർതിരിവ് മഹാത്മാക്കളായിരുന്ന ആർക്കും ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ ഒരു ചിന്തയും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഭാരതം മുഴുവൻ ഒന്നായിരുന്നു. ഏത് കാലം ഭാരതത്തിലുള്ള എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും അവർക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതായിരുന്നു. നമ്മളൊക്കെ ഭാരതീയരായിരുന്നു. അല്ലാതെ ഇടയിലൊരു വേർതിരിവൊന്നുമില്ല. ഇത് അവിടുന്ന് കെട്ടിയിറക്കി കൊണ്ടുവന്ന ഏതോ ഒരു സിദ്ധാന്തമാണ്. ഇങ്ങനെയുള്ള ചില വാദങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ ആധുനിക ബുദ്ധിജീവികളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അതിന് പ്രസക്തിയൊന്നുമില്ല. അവരുടെ അറിവില്ലായ്മ കൊണ്ട് പലതും പറയുമെങ്കിലും
തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അല്ല ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇനി അപ്പൊ ഇവിടെയൊക്കെ പോയിട്ട് നാരദ മഹർഷി കണ്ടത് എന്താ? സാധാരണഗതിയിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയാൽ കാണേണ്ടത് ശാന്തിയും സ്വസ്ഥതയും ആനന്ദവും അവിടെ തപസ് ചെയ്യുന്ന ആളുകളെയും മഹാത്മാക്കളെയും ഒക്കെയാണ് കാണേണ്ടത്. പക്ഷെ നാരദ മഹർഷി അവിടെയൊക്കെ പോയിട്ട് കണ്ടത് ഇതൊന്നുമല്ല. ന അപശ്യം കുത്രത്തിൽ ശർമ്മഹ മനസ്സന്തോഷ കാരണം. മനസ്സിന് സന്തോഷം തരുന്ന യാതൊന്നും തന്നെ ഞാൻ അവിടെ കണ്ടിട്ടില്ല എന്നാണ് നാരദ മഹർഷി അവിടെ പറയുന്നത്. അപ്പൊ യാതൊന്നും തന്നെ അവിടെ കണ്ടില്ല. പിന്നെ കണ്ട സങ്കടങ്ങളുടെ കഥയാണ് ലിസ്റ്റ് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് പറയുന്നത്. നമ്മളത് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കൂടുതൽ മനസ്സിലാവും. ഓരോന്നും സത്യത്തെ കണ്ടില്ല, അവിടെ മുഴുവൻ എല്ലായിടത്തും നുണ പറയുന്ന ആളുകളെയും വരാക കൂടഭാഷണ സ്വന്തം സ്വാർത്ഥലാഭത്തിന് വേണ്ടിയിട്ട് കള്ളത്തരം പറയുകയും സത്യത്തെ വളച്ചൊടിക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ അവിടെ കണ്ടുവന്നു. ഇങ്ങനെയൊക്കെ ആളുകളെ ലോകം അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് നാരദ മഹർഷി വളരെ വിഷമിച്ച് ഒടുവിലാണ് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് എത്തിയത്. ഇതിന്റെ ഒരു ക്രമവും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയമാണ്. ഒന്ന്, നമ്മള് ശാസ്ത്രവും അല്ലെങ്കിൽ ധർമ്മവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾക്ക് ശാസ്ത്രം പറഞ്ഞു തരേണ്ട, ധർമ്മത്തെ കാണിച്ചു തരേണ്ട, ന്യായത്തെ സത്യത്തെ കാണിച്ചു തരേണ്ട ആളുകളാണ് മഹാത്മാക്കൾ. ഈ മഹാത്മാക്കളെ കാണാൻ പോകുമ്പോൾ അവരൊക്കെ എങ്ങനെയുള്ളവരായിട്ടുണ്ട്? ഉദരം ഭരിണ ജീവാൻ. അവരൊക്കെ വയറ് നിറയ്ക്കാൻ വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറി. അവരൊക്കെ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരായിട്ട് മാറി ഇവരൊക്കെ. അതുകൊണ്ട് അവിടെ പോയിട്ട് അവരിൽ നിന്നൊന്നും ശാസ്ത്രമോ ധർമ്മമോ പഠിക്കാൻ നിർത്തില്ല. ഇനി അവരൊക്കെ വ്യാജന്മാരും കള്ളന്മാരും ഒക്കെ ആയി പല ആളുകളും എന്നുള്ള അവസ്ഥയിൽ അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ സാധന ചെയ്യാന്ന് വിചാരിച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയാൽ അവിടെയൊക്കെ ആശ്രമാഹ യവനൈഹി യുദ്ധാഹ ശ്രമങ്ങളിലൊക്കെ യവനന്മാർ നിറഞ്ഞിരിക്കുകയാണ്. അത് നമുക്ക് അനുഭവമുള്ളതാണ്. കേരളത്തിലടക്കം ഇന്ത്യയിലുള്ള ഏത് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയാലും, ഏത് പ്രധാനപ്പെട്ട ആശ്രമങ്ങളിൽ പോയാലും, ഏത് യോഗികളുടെയോ മഹാത്മാക്കളുടെയോ അടുത്ത് പോയാലും അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ വിദേശികളാണ് ഉണ്ടാവുന്നത്. അവിടെയൊക്കെ നമ്മുടെ ആളുകളെയൊക്കെ കൂടുതൽ ശാസ്ത്രത്തെ നമുക്ക് തന്നെ പലപ്പോഴുള്ള അനുഭവമാണ്. പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് ഇതൊന്നും എന്താ നമ്മുടെ ആരും ഗൗരവത്തിൽ ശ്രദ്ധിക്കാത്ത എന്ന് തോന്നുന്നു. സംസാരിക്കണ്ടോ? സംസാരിക്കാണ്ടിരുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതിൽ പോകില്ല. മ്യൂട്ടാക്കണേ. അപ്പൊ ആശ്രമങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള കാഴ്ചയൊക്കെ കൂടുതലും മറ്റുള്ള നാട്ടിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഗൗരവത്തോടു കൂടി പഠിക്കാൻ വരുന്നത്. സുലഭമായി കിട്ടുന്ന ആൾക്കാർക്ക് അതിനോടൊരു ഗൗരവം തോന്നണില്ല. അങ്ങനെ ഒരു ശ്രദ്ധക്കുറവ് നമുക്കുണ്ടാവരുത്. പക്ഷെ ഇത് വാസ്തവത്തിൽ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ബാധകമല്ല. കാരണം നമ്മളൊക്കെ കേൾക്കുന്ന എല്ലാവരും ഗൗരവത്തോടു കൂടി പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരാണല്ലോ, അല്ലെങ്കിൽ പഠിക്കണം എന്ന് വിചാരിക്കുന്നവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് നമ്മളെ ബാധിച്ചിട്ടുള്ളതല്ല. നമ്മൾ അതിൽ ശ്രദ്ധിക്കണം. കുറച്ചും കൂടി നമുക്കൊരു ഉത്തരവാദിത്വ ബോധം വരണം എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കണം. എന്നിട്ട് ഈ കലിബാധയുടെ അഥവാ ഈ ലോകത്തിൽ വന്നിട്ടുള്ള ഈ ദുരന്തങ്ങളുടെ ഒരു എക്സ്ട്രീം, അതിന്റെ ഒരു പരമാവധിയായിട്ടാണ് പറഞ്ഞത് ഭക്ഷണം വിൽക്കുന്നവരും വേദത്തെയും ശാസ്ത്രത്തെയും അറിവിനെയും ഒക്കെ വിൽക്കുന്നവരുമായിട്ട് മാറി എന്ന്. ഇത് പറയുമ്പോൾ ശാസ്ത്രത്തെ വിൽക്കുക, അല്ലെങ്കിൽ അതുപോലെ അറിവിനെ വിൽക്കുക, ഭക്ഷണത്തെ വിൽക്കുക, ഇത് പറയുമ്പോൾ എപ്പോഴും ഓർമ്മയിലുള്ള, മുമ്പ് ക്ലാസ് ഒക്കെ എടുക്കുന്ന സ്ഥലത്തും ഇത് പറഞ്ഞിട്ട് തോന്നും. എനിക്ക് എപ്പോഴും ഓർമ്മയിൽ വരുന്ന ഒരു ചിത്രമാണ്, ഓർമ്മയിൽ വരുന്ന ഒരു ചിത്രമാണ് ചാണക്യൻ എന്ന പേരിൽ മുമ്പ് ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ദൂരദർശനിലൊക്കെ കാണിച്ചിരുന്നു. അപ്പൊ ചാണക്യന്റെ കാലത്തുള്ള കഥകളെ കാണിച്ചു വരുന്ന സമയത്ത് അതിലൊരു ഡയലോഗ് മറക്കാണ്ട് ഓർമ്മയിലുള്ള ഒരു ചിത്രമാണ്. അന്ന് അതിലുണ്ടായിരുന്ന ഒരു ഡയലോഗ്, ചാണക്യൻ വിഷ്ണുഗുപ്തൻ അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ വരുന്ന ഒരു വാചകമാണ്, മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ ആളുകൾ പണം വാങ്ങിയിട്ട് കൃത്യമായിട്ട് ദക്ഷിണ കണക്കു പറഞ്ഞ് വാങ്ങി ശാസ്ത്രത്തെ പഠിപ്പിക്കുന്നത് ആരംഭിച്ചിരിക്കുന്നു അത്രേ. അങ്ങനെ ഒരു വാദം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഞങ്ങൾ നളന്ദയിൽ പോയി ഈ ചാണക്യൻ വിദ്യാഭ്യാസം നടത്തിയിരുന്ന, അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ സർവകലാശാലയിൽ, നളന്ദ സർവകലാശാലയിൽ പോകണ്ടേ. അവിടെ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അവിടുത്തെ ആളുകൾ പറഞ്ഞ ഒരു അറിവാണ്, പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്, ദക്ഷിണ എന്നൊരു കണക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. വരുന്ന കുട്ടികൾക്ക് മുഴുവൻ താമസിക്കാനും അവർക്ക് വേണ്ട ഭക്ഷണം കഴിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ സൗജന്യമാണ്. വിദ്യാഭ്യാസം എന്നത് സാർവത്രികമായി സൗജന്യമായതാണ്. അതിനുശേഷം
ഗുരുവിന് എന്തെങ്കിലുമൊക്കെ ദക്ഷിണ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ശിഷ്യന്മാര് അവർക്ക് ആവുന്നത് കൊടുക്കുക എന്നാണ്. അത് വസ്തുക്കളായിട്ടായാലും, അല്ലെങ്കിൽ പല ആളുകളും അവിടെ തന്നെ അടുത്ത തലമുറയിൽ വരുന്ന ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ തന്നെ താമസിക്കുക എന്നുള്ളതാണ് ഗുരുവിന് കൊടുക്കുന്ന ദക്ഷിണ. ഈ അറിവിനെ കയ്യിൽ വെക്കുക, അത് പകർന്നു കൊടുക്കുക എന്നുള്ളത്, പരമ്പരയായി പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു സാധനയായിട്ടാണ് അവരൊക്കെ ചെയ്തിരുന്നത്. അതിന് പകരം ഇതൊക്കെ ഒരു കച്ചവടമായിട്ട് മാറി എന്ന് പറയുക. അതാണ് അട്ടശൂല ജനപദ ശിവശൂല ദ്വിജാതയ കാമിന്യ കേശശൂന്യ എന്ന ശ്ലോകത്തില്, 36-ാമത്തെ ശ്ലോകത്തില് അതിന്റെ ഒരു എക്സ്ട്രീം നമുക്ക് കാണിച്ചത്. ഇതാണ് കലിയുഗത്തിന്റെ അവസ്ഥ. അത് തുടക്കമായിരുന്നു കലിയുഗത്തിലെ നാരദൻ വന്നത്. പക്ഷെ അത് അവിടെ നിന്ന് വീണ്ടും മുമ്പോട്ട് വരുന്നതിനനുസരിച്ച് അറിവിനെ, വിദ്യാഭ്യാസത്തിനെ കച്ചവടം ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. എത്രമാത്രം അധപതിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ടതായി വരുന്നു. ഏതായാലും ഈ ദുരിതങ്ങളെയൊക്കെ കണ്ടിട്ടാണ് നാരദ മഹർഷി വൃന്ദാവനത്തിലേക്ക് എത്തിയത് എന്നാണ് വിഷയം, നമ്മുടെ വിഷയം. അപ്പൊ വൃന്ദാവനത്തിൽ വെച്ച് അദ്ദേഹം ഒരു അത്ഭുതമുള്ള കാഴ്ച കാണും. സാധാരണ കാണുന്ന കാഴ്ചകൾക്ക് വിപരീതമായിട്ട് ഒരു കാഴ്ച. ഇപ്പോൾ ഒരു വളരെ യുവതിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു ഭാഗത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ രണ്ട് ഭാഗങ്ങളിലായിട്ട്, രണ്ട് വശത്തുമായിട്ട് രണ്ട് വൃദ്ധന്മാര് കിടക്കുന്നു. അവര് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിദ്രയിലാണ് അവര്. അപ്പൊ രണ്ടുപേരും അപ്പുറം കിടക്കുന്നുണ്ട്, വൃദ്ധന്മാരായവര്. അവരുടെ നടുക്ക് ഇപ്പൊ രണ്ട് മുത്തച്ഛന്മാരുടെ നടുക്ക് ഇരിക്കുന്ന പേരക്കുട്ടിയെ പോലെ ആണ് ആ കാഴ്ച കണ്ടാ തോന്നുന്നത്. ചുറ്റുപാടും കുറെ പെൺകുട്ടികള്, സ്ത്രീകള്, കുറെ ആളുകൾ ചുറ്റുപാടും ഇരിക്കുന്നുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഉണ്ടെന്നാണ്. അപ്പൊ ഇവരൊക്കെ ചുറ്റുപാടും ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചുറ്റുപാടും ഇരിക്കുന്ന ആളുകള് ഈ പെൺകുട്ടിയെ, അതുപോലെ ഈ വൃദ്ധന്മാരായ രണ്ടുപേരെയും ഇടയ്ക്കിടയ്ക്ക് വീശി കൊടുക്കുകയും പലതരത്തില് ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടിയാവട്ടെ ഈ രണ്ടുപേരെയും കുലുക്കി വിളിച്ച് ഉണർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരൊന്നും ഉണരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാഴ്ച നാരദ മഹർഷി അവിടെ വെച്ചിട്ട് കാണാം. അപ്പൊ ഇത് കണ്ടപ്പോ കൗതുകേന തദന്തികം മാം ദൃഷ്ടുവ. നാരദ മഹർഷി കൗതുകത്തോട് കൂടിയിട്ട് തദന്തികം യാത, അതിന്റെ അടുത്തേക്ക് ചെന്നു. അവരുടെ ഈ രംഗം നടന്നതിന്റെ അടുത്തേക്ക് ചെന്നു. ഈ ഭാഗം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഭാഗം യൂട്യൂബ് വീഡിയോ ഇടാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അത് ഇന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. എന്നാലും ഞാൻ കഥയുടെ സൗകര്യത്തിന് വേണ്ടി ഇപ്പൊ തന്നെ അങ്ങോട്ട് പറയാം. അപ്പൊ അത് നാരദ മഹർഷി ഈ രംഗം കണ്ടിട്ട് കൗതുകത്തോട് കൂടിയിട്ട് അവിടേക്ക് അടുത്തേക്ക് ചെന്ന് നോക്കി. അങ്ങനെ അടുത്തേക്ക് ചെന്ന് നോക്കിയ സമയത്ത് നാരദ മഹർഷി കാണുന്ന കാഴ്ച, നാരദ മഹർഷിയെ കണ്ടിട്ട് ഈ പെൺകുട്ടി ചാടി എഴുന്നേറ്റു വേഗം. മാം ദൃഷ്ടുവാച്ച ഉദ്ധിത ബാല എന്ന് ചാടി എഴുന്നേറ്റിട്ട് വളരെ പരിഭ്രമത്തോട് കൂടിയിട്ട്, വിഹ്വല എന്ന് വെച്ചാൽ പരിഭ്രമത്തോട് കൂടിയിട്ട് നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്, ഹേ മഹർഷേ, അങ്ങ് എന്താ പറയാ, അങ്ങയെ എനിക്ക് കാണാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ്. അങ്ങയെ കണ്ടതിലുള്ള സന്തോഷം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ദർശനം തവ ലോകസ്യ സർവഥാ അഘഹരം പരം. അങ്ങയെ കാണുന്നത് തന്നെ എല്ലാ അർത്ഥത്തിലുള്ള പാപങ്ങളും ഇല്ലാതെയാക്കുന്നതാണല്ലോ. അതുകൊണ്ട് അങ്ങയെ കാണാൻ കിട്ടിയത് വലിയ ഭാഗ്യമായി എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങയുടെ വാക്കുകളെ കൊണ്ട്, അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ട് ഒരുപാട് ആളുകളുടെ ദുഃഖം ഇല്ലാതെയായിട്ടുണ്ടല്ലോ. ബഹുധ തവ വാക്യേന ദുഃഖശാന്തി ഭവിഷ്യം. ഒരുപാട് ആൾക്കാർക്ക് അങ്ങയുടെ വാക്കുകളെ കൊണ്ട് ദുഃഖമില്ലാതെ ആയിട്ടുണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ ദുഃഖം തീർക്കാൻ സാധിച്ചിട്ടുള്ള ആളാണ് അങ്ങ്. ഇത് ഭാഗവത്തിലെ കഥകളിലൂടെ നമുക്കറിയാം. നാരദ മഹർഷി എത്ര ആളുകളുടെ അടുത്തേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അവരുടെ സങ്കട സമയത്ത് അവർക്ക് സങ്കടമാണെന്ന് അവർ തിരിച്ചറിയാത്തപ്പോൾ പോലും ഓടിച്ചെന്ന് അവരനുഗ്രഹിക്കണയാളാണ്. അത് നാരദ മഹർഷിയുടെ ഒരു ധർമ്മമാണ്, അദ്ദേഹത്തിന്റെ ഒരു കർത്തവ്യമായിട്ട് അദ്ദേഹം കാണുന്നതാണ്. രാവണന്റെയും ഹിരണ്യകശിപുവിന്റെയും ഒക്കെ അടുത്തേക്ക് നാരദ മഹർഷി ചെല്ലുന്നത് അവർക്ക് വാസ്തവത്തിൽ അവർ ദുരിതത്തിലാണ്, അവർ വിഷമം അനുഭവിക്കുകയാണ്, അവർ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അവർക്കേ അറിയില്ല. അവരുടെ വിചാരം അവര് വളരെ സുഖമാണ്, അവർക്ക് വളരെ സന്തോഷമാണെന്നാണ്. അവിടെ പോലും ചെന്ന് ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ അവരെ ഭഗവാനിലേക്ക് ഘടിപ്പിക്കുന്ന, ഭഗവാനിലേക്ക് ചേർക്കുക എന്ന ധർമ്മം ചെയ്യുന്നയാളാണ്. അത് അവിടെ മാത്രമല്ല, മറ്റ് ഭക്തന്മാരുടെ അടുത്തായാലും. അപ്പോൾ എല്ലാവരുടെയും അടുത്ത് ചെന്ന് അവർക്കൊക്കെ സങ്കടം ഇല്ലാതെയാക്കുന്ന ആളാണ് നാരദ മഹർഷി. അങ്ങയെ കണ്ടതുകൊണ്ട് എനിക്കും എൻ്റെ ദുഃഖവും വലിയ വേഗത്തിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഭാഗ്യമുള്ളപ്പോൾ മാത്രമാണ് അങ്ങയെ എനിക്ക് കാണാൻ സാധിക്കുക, ആളുകൾക്ക് കാണാൻ സാധിക്കുക എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ഇവിടെ നാരദ മഹർഷിയുടെ ഒരു വിഷയം എന്താ വെച്ചാൽ, നാരദ മഹർഷിക്ക് ഈ ആളെ മനസ്സിലായിട്ടില്ല. ഈ പെൺകുട്ടി ആരാണ്, ഈ ആളുകൾ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ആ പെൺകുട്ടിക്ക് ഈ വാക്ക് കേൾക്കുമ്പോൾ അറിയാലോ, ആ പെൺകുട്ടിക്ക് നാരദ മഹർഷി ഇങ്ങോട്ട് അറിയുകയും ചെയ്യും.
അങ്ങനത്തെ ഒരു എന്താ പറയുക വിഷമ സാഹചര്യത്തിലായി നാരദ മഹർഷി. കാരണം തന്നെ അവർക്ക് അറിയുകയും ചെയ്യാം, എനിക്ക് ഈ ആൾ അങ്ങോട്ട് അറിയൂല. അപ്പൊ ഇത് ആരാണെന്ന് അറിയാത്ത അവസ്ഥയിലായി നാരദ മഹർഷി. ഇത്രയും നല്ല പരിചയമുള്ള ഒരാളോട് ആരാണെന്ന് ചോദിക്കാൻ ഒരു ലേശം വിഷമമുണ്ട്. ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നാരദ മഹർഷി അങ്ങോട്ട് ചോദിച്ചു, കാസിത്വം, നീ ആരാണ്, ഇവരൊക്കെ ആരാണ്, ഈ വൃദ്ധന്മാരായ ആളുകൾ ആരാണ് എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചു. ചുറ്റുപാട് ഇരിക്കുന്ന സ്ത്രീകളെ പെൺകുട്ടികളൊക്കെ ആരാണെന്ന് അങ്ങോട്ട് ചോദിച്ചു. വദദേവി സവിസ്താരം, വളരെ വിസ്തരിച്ച് തന്നെ പറഞ്ഞോളൂ എന്ന് വെച്ചാൽ നാരദ മഹർഷി കേൾക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയാണ് വാസ്തവത്തിൽ. അതായത് ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണ്, വിസ്തരിച്ച് പറഞ്ഞോളൂ. കാരണം ആ പെൺകുട്ടിയുടെ മുഖത്തുനിന്നും ആ പെൺകുട്ടിയുടെ ഭാവത്തിൽ നിന്നും അറിയുന്ന ഒരു കാര്യമാണ്, അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ട് എത്രയോ ആളുകൾക്ക് ശാന്തി കിട്ടിയിട്ടുണ്ട് എന്ന് പറയണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ആ പെൺകുട്ടിയുടെ ആ വാക്ക് ഇങ്ങോട്ട് കേട്ടപ്പോ എന്തോ പറയാനുണ്ട് എന്ന് നാരദ മഹർഷിക്ക് മനസ്സിലായി. അപ്പൊ അത് കേൾക്കാൻ സ്വയം തയ്യാറാവുകയാണ് വാസ്തവത്തിൽ നാരദ മഹർഷി ചെയ്യുന്നത്. ഇവിടെ അടുത്ത ശ്ലോകത്തിൽ ആ പെൺകുട്ടി പറയുന്നുമുണ്ട്, എടുത്ത് വിസ്തരിച്ച് പറയുന്നുമുണ്ട്. അതായത് നമുക്കൊരാൾക്ക് സങ്കടം ഉണ്ടായ, ആരുടെയെങ്കിലുമൊക്കെ സങ്കടം കാണുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് രോഗം കാണാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയാ ഏതെങ്കിലുമൊക്കെ മരിച്ച വീടുകളിൽ ചെല്ലുമ്പോൾ, അവിടെ കൂടെയുള്ള ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഒക്കെ പലർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ്. എനിക്കും ഉണ്ടായിരുന്ന ആ വിഷയം. അങ്ങനത്തെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, അവരോട് എന്താ പറയുക, പറയാനൊന്നുമില്ല. അവരുടെ അസുഖത്തിന്റെ കാര്യം ചിലപ്പോൾ നമുക്ക് നേരത്തെ അറിയാം, ചുറ്റുപാടുള്ള ആൾക്കാർ പറഞ്ഞിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അറിയണ്ടാവും. എന്ത് പറയും അവരോടൊന്നും അറിയാത്തൊരവസ്ഥ. അപ്പൊ സ്വാമിജിയാണ് അങ്ങനത്തെ സാഹചര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് സ്വാമിജി പലപ്പോഴും പറയാറുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ മതി. അവരുടെ കൈ പിടിക്കുകയോ അല്ലെങ്കിൽ അവരോട് ഒന്ന് ചേർത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നോക്കുകയോ ചെയ്തിട്ട് അവർക്ക് നമ്മളോട് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിൽ, അത് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ചിലപ്പോൾ സങ്കടം ആയിക്കൊള്ളണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ പറയാനായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒന്ന് കേൾക്കാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ നമ്മൾ സ്വയം തയ്യാറാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് നമ്മൾ അവരോട് എന്തെങ്കിലും അങ്ങോട്ട് വാക്കുകളെ കൊണ്ട് ആശ്വസിപ്പിക്കേണ്ട ആവശ്യം വാസ്തവത്തിൽ ഇല്ലെന്നാണ്. നമ്മളൊന്നും മിണ്ടിയില്ലെങ്കിലും നമ്മൾ മിണ്ടാതിരുന്നാലും അവർക്ക് ആശ്വാസമാവും. അവര് പറയുന്നത് നമ്മൾ കേട്ടാൽ മതി. ഇങ്ങോട്ട് കേൾക്കുകയാണ് പ്രധാനം. അപ്പൊ ആ കേൾക്കുക എന്നുള്ള ധർമ്മം, അതിന് താൻ തയ്യാറാണ് എന്ന് നാരദ മഹർഷി ഇവിടെ പറയുകയാണ്. വിസ്തരിച്ചു പറഞ്ഞോളൂ എന്ന്. വധ ദേവി സവിസ്താരം, വിസ്തരിച്ച് പറഞ്ഞോളൂ, എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ റെഡിയാണ് എന്ന് ദേവിയോട് പറയാ. ആ പെൺകുട്ടിയോട് അങ്ങോട്ട് നാരദ മഹർഷി ആദ്യമേ പറയുകയാണ്. അപ്പൊ നാരദ മഹർഷിയോട് ആ പെൺകുട്ടി തന്റെ ചരിത്രം വിസ്തരിച്ച് പറയാൻ ആരംഭിക്കുകയാണ്. അഹം ഭക്തി ഇതി ഖ്യാത, ഞാൻ ഭക്തി എന്ന പേരുള്ള ആളാണ്. ഇമൗ മേ തനയവും മതോ, ഇവരെന്റെ കുട്ടികളാണ്. ജ്ഞാന വൈരാഗ്യ നാമാനോ, ജ്ഞാനം വൈരാഗ്യം എന്ന് പേരുള്ള എന്റെ 2 കുട്ടികളാണ് ഇവര്. അവര് കാലയോഗേന ധൃജൻ, അവര് കാലയോഗം കൊണ്ട്, കാലം ബാധിച്ചത് കൊണ്ട് അവർക്കൊക്കെ വാർദ്ധക്യവും വന്നു. നമുക്കൊക്കെ വൃദ്ധന്മാരാവുകയും ജരയും നരയും വരികയും ശരീരം ക്രമേണ ജീർണിക്കുന്നതാണ്. ജരയായിട്ടും നരയായിട്ടും പല്ല് ഒഴിയുന്നതായിട്ടും ആരോഗ്യം കുറേശ്ശെ ക്ഷയിക്കുന്നതായിട്ടും ഒക്കെ വരുന്നത് ശരീരത്തിന്റെ ജീർണതയാണ്. ശരീരം മെല്ലെ മെല്ലെ ജീർണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് വാസ്തവത്തിൽ ദേവതകൾക്കൊന്നും ബാധിക്കാറില്ല, ദേവലോകത്തുള്ളവർക്കൊന്നും ഇത് ബാധിക്കാറില്ല. പക്ഷെ ഈ പെൺകുട്ടി ഭക്തിയാണ്, മക്കളായ ജ്ഞാനവും വൈരാഗ്യവുമാണ്. എന്നിരുന്നാലും അവരെ ഈ വാർദ്ധക്യവും ജരാനരകളും ജീർണതയും ഒക്കെ അവർക്ക് ബാധിച്ചു. കാലയോഗം. ഇവിടെ നമ്മള് ശ്ലോകം കൂടുതൽ അപ്പുറത്ത് നമ്മള് വീഡിയോയിൽ ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് ആ സമയത്ത് കേട്ടാലും മതി. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയമുണ്ട്. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, ഈ 3 വിഷയങ്ങൾ. ഭക്തിയുടെ മക്കളാണ് ജ്ഞാനവും വൈരാഗ്യവും. ഇങ്ങനെ ഒരു ചിത്രമാണ് കാണിക്കുന്നത്. ഇതൊരു ബിംബകൽപ്പനയാണ്, അഥവാ ഒരു രൂപക കൽപ്പനയാണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപം കാണിച്ചു തരും, അല്ലെങ്കിൽ ഒരു ബിംബത്തെ, ഒരു ചിത്രത്തെ കാണിച്ചു തരും. ഭാഗവതത്തിലെ കഥകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പുരാണ കഥകളെ പൊതുവെ സാമാന്യന ആളുകൾ പറയാറുള്ള, ആചാര്യന്മാരൊക്കെ പറയാറുള്ള ഒന്നാണ്, ഇതിലെ ദേവന്മാരായാലും അസുരന്മാരായാലും കഥാപാത്രങ്ങളൊക്കെ തന്നെ പുറത്ത് ഉള്ളതുപോലെ തന്നെ നമ്മുടെ അകത്തും ഉണ്ട്, നമ്മുടെ ഉള്ളിലും അറിയണം ഇവരെയൊക്കെ എന്ന് പറയാറുണ്ട്. എന്നിട്ട് ഈ ദേവന്മാരും ഈ പല ആളുകളൊക്കെ നമ്മുടെ തന്നെ കഥയാണ്, ഇത് നമ്മുടെ തന്നെ ചരിത്രമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ കഥയുമായിട്ട്, നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും കൂടി വേണ്ടി ഒരു ലളിതമായ പേര് പറയാം, ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത് എന്നുള്ളത് അധികം പറയാതെ തന്നെ നമുക്കൊക്കെ വേഗം മനസ്സിലാവും. അതിനുവേണ്ടി
വേണ്ടിയാണ് ഇങ്ങനെ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളുടെ പേര് കൂടി ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് കാണാം അപ്പൊ എങ്ങനെയാണ് ഭക്തി, എന്താണ് ജ്ഞാനം, എന്താണ് വൈരാഗ്യം. ഭക്തി എന്ന് വെച്ചാൽ ഇത് ഇതിൽ ഏറ്റവും വിഷമുള്ള ഈ കഥയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും വിഷമുള്ളത് എന്താ അറിയോ? നാരദ മഹർഷിയാണ് ഭക്തി സൂത്രത്തെ രചിച്ചിട്ടുള്ള ആള്. ഭക്തിയെ നമുക്ക് പരിചയപ്പെടുത്തി തരണയാള് നാരദ മഹർഷിയാണ്. ആ നാരദ മഹർഷിയാണ് ഇപ്പൊ ഈ മുമ്പിലിരിക്കുന്ന ഭക്തിയെ തിരിച്ചറിയാതെ ആരാണ് ഭവതി എന്ന് അങ്ങോട്ട് ചോദിക്കുന്നത്. അത് ആണ് അതിൽ ഏറ്റവും വലിയ വിഷമമുള്ളത്. സ്വാമിജി ഇവിടെ തമാശയായിട്ട് പറയാറുള്ളത്, നാരദ മഹർഷി ഭക്തിസൂത്രം എഴുതുന്നതിന് മുൻപാണോ അതോ അത് ഈ കഥ കഴിഞ്ഞതിന് ശേഷമാണോ ആ ഗ്രന്ഥം എഴുതിയതെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയാറുണ്ട്. അത് നമുക്കും അറിയില്ല നാരദ മഹർഷി എപ്പോഴാണ് എഴുതിയതെന്ന്. പക്ഷെ എന്നിരുന്നാലും ശരി, നാരദ മഹർഷി ഭക്തിയുടെ ആചാര്യനായി ഭക്തിയെ നമുക്കൊക്കെ കാണിച്ചു തന്നിട്ടുള്ള പരമാചാര്യനായ നാരദ മഹർഷി എന്ന് മാത്രമല്ല, ഭക്തവംശത്തെ കുറിച്ച് പറയുമ്പോൾ ഭക്തന്മാരുടെ പരമ്പര പറയുന്ന സമയത്ത് അതില് പ്രധാനികളായ മിക്കവാറും ഭക്തന്മാരുടെയും ഗുരുസ്ഥാനത്തുള്ള ആള് നാരദ മഹർഷിയാണ്. പ്രഹ്ലാദ, നാരദ, പരാശര, പുണ്ടരീക, രഘു, അംബരീഷ, അങ്ങനെയാണ് ആ ഭക്ത പരമ്പരയൊക്കെ പറയാറുള്ളത്. അപ്പൊ അതില് പല ആളുകളുടെയും ഗുരുനാഥനായിട്ടുള്ള ആള് നാരദ മഹർഷിയാണ്. ആ നാരദ മഹർഷിയാണ് ചോദിക്കണത് ആരാണ് ഭവതി ആരാണ്. എന്നിട്ട് ആ ഭക്തിക്ക് നാരദ മഹർഷിക്ക് സ്വയം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അതൊരു സങ്കടമാണ്. നാരദ മഹർഷിക്കും വിഷമം ഉണ്ടായിട്ടുണ്ടാവും, ഭക്തിക്കും വിഷമം ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും ആകെ അതിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കാലം ബാധിച്ചത് കലിയുഗത്തിന്റെ നാരദ മഹർഷി കണ്ട ആ ചിത്രത്തിന്റെ ഭാഗമായിട്ട് ഭക്തിയെ നാരദന് കൂടി തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ഈ കഥയെന്ന് ഈ രംഗത്തുനിന്ന് നമ്മൾ അറിയേണ്ടത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. ഏതായാലും അപ്പൊ ഭക്തി എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഭക്തി ഏത് രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കും. ഇവിടെ ഭാഗവതം മുമ്പോട്ട് വെക്കുന്ന ഭക്തിയെ കുറിച്ചാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. ഭാഗവതം മുമ്പോട്ട് വെക്കുന്ന ഭക്തി ഭക്തിജ്ഞാന വിരാഗ സദൃശം, വിരാഗ സഹിതം എന്നാണ് ഭാഗവതത്തിൽ തന്നെ 2 സ്ഥലത്ത് സ്തുതിക്കുന്നത്. ഈ ഭാഗവതത്തെയും വേദവ്യാസ മഹർഷിയും ശ്രീ ശുഖബ്രഹ്മർഷിയും പരമ്പരയായിട്ട് പറഞ്ഞു തന്ന ഭാഗവതത്തെ കുറിച്ച് സ്തുതിക്കുമ്പോൾ ഭാഗവതത്തിൽ തന്നെ പറയുന്നത് ഭക്തിജ്ഞാന വിരാഗാപതോ എന്നാണ്. ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒരുമിച്ചാണ്. ഇവിടെ എന്താ ഭക്തി എന്ന് വെച്ചാൽ ജ്ഞാന വൈരാഗ്യങ്ങളോട് കൂടിച്ചേർന്നിരിക്കുന്ന ഭക്തിയാണ് ഇവിടുത്തെ വിഷയം. ജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? ജ്ഞാനം 2 തരത്തിലുണ്ട്. ഒന്ന് ബാഹ്യമായ അറിവുകളുണ്ട്, ഒന്ന് ആഭ്യന്തരമായ അറിവുകളുണ്ട്. നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. എന്തായാലും ഒരിക്കൽ കൂടി പറയാം. ജ്ഞാനം എന്ന് വെച്ചാൽ 2 എണ്ണമാണ്. ഒന്ന് ബാഹ്യമായത്, ഒന്ന് അവനവനെ കുറിച്ചുള്ളത്. ബാഹ്യമായ അറിവ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ബാങ്കിൽ പണം ഇട്ടാൽ എത്ര രൂപ കിട്ടും, ഇപ്പോ ഭാരതം ഭരിക്കുന്നത് ആരാണ്, അമേരിക്ക ഭരിക്കുന്നത് ആരാണ്, റഷ്യ ഉക്രൈനിൽ എത്ര ബോംബ് ഇട്ടു, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിൽ എത്ര ബോംബ് ഇട്ടു, ഇങ്ങനെ ഭൗതികമായ വിവരങ്ങൾ അറിയുന്നതാണ്. അതാണ് ബാഹ്യമായ അറിവ്. ഇത് ഡാറ്റയാണ്, ഇൻഫർമേഷനാണ്. ഇതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പ്രയോജനം ഉണ്ടോ എന്ന് വെച്ചാൽ ഭൗതിക വ്യവഹാരങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്താന്നുള്ളതിനപ്പുറത്ത് വലിയ പ്രയോജനമൊന്നുമില്ല. ഇപ്പൊ നമ്മള് പലരും ആധ്യാത്മികത കുറച്ചെങ്കിലും കൈകളിലുള്ള പല ആൾക്കാരും പലരും പറയാറുള്ള ഒന്നാണ്, പത്രം ഞങ്ങൾ വായിക്കാറേ ഇല്ല, ഇപ്പോ TV കാണാറേ ഇല്ല, ന്യൂസ് ഒന്നും കാണാറേ ഇല്ല. ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല, അത്യാവശ്യം നമ്മൾ അറിയണം നിർബന്ധമുള്ള വാർത്തകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ തേടി പിടിച്ചറിഞ്ഞ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇത് പുറത്തുനിന്ന് കിട്ടുന്ന അറിവാണ്, ബാഹ്യമായ അറിവാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഭക്തിയുടെ മക്കളാണ് ജ്ഞാനം. ഭക്തിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവണം എന്നാണല്ലോ അതിനർത്ഥം. ഭക്തിയുടെ മകനാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭക്തിയിൽ നിന്ന് ജ്ഞാനം ജനിക്കണം. അത് ഏത് ജ്ഞാനമായിരിക്കും? ഈ ബാഹ്യമായ ഭൗതികമായ അറിവിനെ കുറിച്ചിട്ട് അതൊന്നും അല്ലാതെ പ്രതീക്ഷിക്കണം. കുറച്ചൊക്കെ ഭാഗവതത്തില് പഞ്ചമസ്കന്ധത്തില് കുറച്ച് ജിയോഗ്രഫി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഭൗതിക വ്യവഹാരത്തിന് വേണ്ട വളരെ പ്രാഥമികമായ ചില അറിവുകൾ വല്ലതും കിട്ടിയെങ്കിലായി എന്നതിനപ്പുറത്ത് ഭക്തിയിൽ നിന്ന് ബാഹ്യമായ അറിവ് കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ടതില്ല. മറിച്ച് ഭക്തിയിൽ നിന്ന് കിട്ടുന്ന അഥവാ കിട്ടേണ്ട അറിവ് ഏതാണ്? അത് അവനവനെ കുറിച്ചുള്ള അറിവാണ്. ഇവിടെ ജ്ഞാനം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവനവനെ കുറിച്ചുള്ള അറിവാണ്. ഇത് പറയുമ്പോൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ,
നമുക്കിതിന്റെ സ്വാരസ്യം അല്ലെങ്കിൽ ഇതിന്റെ ഒരു രസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്, ഇപ്പൊ നമ്മള് അവനവനെ കുറിച്ചുള്ള അറിവ് നമ്മൾ എവിടെയും പഠിപ്പിച്ചു തരാത്തതും നമ്മൾ ആലോചിച്ചാൽ ഉത്തരം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുമായ ചില ചോദ്യങ്ങൾ, നമ്മളെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ ഈ ഫോണിലൊക്കെ മെമ്മറി ഉണ്ട്. നമ്മൾ ഫോൺ ഓഫ് ആക്കിയിട്ട് വീണ്ടും ഓൺ ആക്കിയാലും ഫോണിൽ മെമ്മറിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ വീണ്ടും പുറത്തേക്ക് വരും. എന്നാലോ അത്ര അത്യാവശ്യമില്ലാത്ത ചില ടെമ്പററി ഡാറ്റ, ടെമ്പേർഡ് എന്ന് പറയുന്നത് കുറെയൊക്കെ അങ്ങോട്ട് ഓണാക്കി ഓഫ് ആക്കുമ്പോൾ ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. അതുപോലെയാണ് നമ്മുടെയൊക്കെ ഉറക്കവും ഉണർവും. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ഈ ഉറക്കത്തിൽ കണ്ണടച്ചങ്ങ് വഴുതി വീഴുന്ന ആ നിമിഷം വരെ എന്തൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടോ, ഓർമ്മകളായിട്ടും വിവരങ്ങളായിട്ടും എന്തൊക്കെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടോ, ഇതൊക്കെ തന്നെ നമ്മുടെ ഉണർന്നു കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ഉടക്കി പുറത്തേക്ക് വരും. എന്നാലോ ചില നമ്മൾ സഹിക്കാൻ വയ്യാത്ത ദുഃഖത്തിലൊക്കെ ഉണ്ടായിരുന്നവര്, സഹിക്കാൻ വയ്യാത്ത വിഷമങ്ങൾ പലതും ഒന്ന് ഉറങ്ങി നീക്കുമ്പോൾ കുറെയൊക്കെ അങ്ങ് പോകും. നമ്മുടെ ഉള്ളിലത്തെ ടെമ്പററി ഫയൽസ് ഒക്കെ അങ്ങോട്ട് ഡിലീറ്റ് ആയി. അപ്പൊ നമ്മളൊന്ന് ഫ്രഷായി, മാനസികമായിട്ടും കുറെയൊക്കെ ശാരീരികമായിട്ടും നമ്മളൊന്ന് ഫ്രഷായി. ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ ചോദ്യം ഇതാണ്, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ ഓർമ്മകളും ബുദ്ധിയും അറിവും ഒക്കെ എവിടെയായിരുന്നത്? ഉറങ്ങി ഉണരുമ്പോൾ തിരിച്ചു വരണ പോലെ. ഇപ്പൊ ഫോണിന്റെ ഉള്ളിലാണെങ്കിൽ മെമ്മറി കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജുകൾ പല സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓൺലൈനിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ ഇത് എവിടെ എടുത്തു വെച്ചത്? ബുദ്ധിയിലോ അല്ല മറ്റെവിടെയാണ് എടുത്തത്? ഉറങ്ങി കിടക്കുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, ബുദ്ധിയിലാവാൻ വഴിയില്ല, മനസ്സിലാണെന്ന് പറയാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് വ്യക്തമായി പറയാവുന്ന ഒരു സ്ഥലമില്ല. ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ഇത് എന്നെ കുറിച്ചുള്ള ഒരു അറിവാണ്. ഉത്തരം ഇപ്പൊ പറയാൻ പോണില്ല, നമ്മുടെ ധ്യാനത്തിനും ആലോചനയ്ക്കുള്ളതാണ് പറയാം. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, ഇത് കുറച്ച് തമാശ കലർന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മളൊക്കെ അലാം വെച്ചിട്ട് ഉണരാറുണ്ട്. ചോദ്യം ഇതാണ്, അലാം കേട്ടിട്ട് ഉണരുകയാണോ അതോ ഉണർന്നിട്ട് അലാം കേൾക്കുകയാണോ? അലാം കേട്ടിട്ട് നമ്മൾ ഉണരുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ഉറക്കത്തിൽ കേൾക്കാൻ പറ്റുന്നു. ഉറക്കത്തിൽ കേൾക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് അലാം കേട്ടിട്ട് നമ്മൾ ഉണരുള്ളൂ. അതാണോ? അതോ ഇനി ഉണർന്നതിന് ശേഷം അലാം കേൾക്കുകയാണോ? ഉണർന്നതിന് ശേഷം അലാം കേൾക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അലാം വെക്കേണ്ട ആവശ്യമേ ഇല്ല. അലാം വെക്കേണ്ട ആവശ്യമില്ല, നമ്മളല്ലാതെ അങ്ങനെ ഉണർന്നാ പോരെ. ഇതൊരു കോംപ്ലിക്കേഷൻ പിടിച്ച ചോദ്യമാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. ഇതൊക്കെ എന്താ വെച്ചാൽ അവനവനെ കുറിച്ചുള്ള, ഇത് നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും നമ്മുടെ ചിന്താമണ്ഡലത്തിലെ പ്രവർത്തനത്തെക്കുറിച്ചും മാനസികമായ മനസ്സിന്റെ വ്യാപാരങ്ങളെ കുറിച്ചും ഒക്കെയുള്ള അറിവാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഭൗതികമായ ഒരു പഠന വ്യവസ്ഥയിലും ഇങ്ങനെ ഒരു വിഷയം നമുക്ക് അടിസ്ഥാനമായി നമ്മളെ പഠിപ്പിക്കണില്ല, ചർച്ച ചെയ്യണില്ല. എക്സ്ട്രീം ലെവലിൽ വല്ല മനോരോഗത്തെ കുറിച്ച് പഠിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഹയർ സ്റ്റഡീസിന് പോണവരോ കുറിച്ച് എന്തെങ്കിലും ഇത് പഠിക്കുന്ന ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവും, സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കണവരുണ്ടാവാം എന്നല്ലാതെ സാധാരണക്കാർക്ക് ഇങ്ങനത്തെ ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ ഉള്ള അവസരമില്ല. ചുരുക്കത്തിൽ ഞാൻ എന്നെ കുറിച്ച് പഠിക്കണില്ല, ലോകത്തെ കുറിച്ചാണ് പഠിക്കണം. അതാണ് പറഞ്ഞു വരുന്ന വിഷയം. ലോകത്തെ കുറിച്ച് പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഭാഗവതത്തിൽ ഭക്തിയിലൂടെ നമുക്ക് ഉണ്ടാവുന്ന അഥവാ ഉണ്ടാകേണ്ട ജ്ഞാനം അവനവനെ കുറിച്ചുള്ള ജ്ഞാനമാണ്, ലോകത്തെ കുറിച്ചുള്ളതല്ല. ഈ പറഞ്ഞതും ഒരർത്ഥത്തിൽ ഒരു തലത്തിലെത്തുമ്പോൾ ഈ ചോദിച്ചതൊക്കെ അലാം കേട്ട് എണീക്കുന്നതായാലും അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അറിവ് എവിടെ പോയിരിക്കണം എന്നുള്ളതായാലും ഒരു സമയത്ത് അതും ഭൗതികമായി മാറുകയാണ്. ഇതിന്റെ അപ്പുറത്ത് ആത്യന്തികമായി ഞാൻ ആരാണ് എന്ന ജ്ഞാനത്തെയാണ് ഭക്തിയിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ ഭക്തിയുടെ പുത്രനായ ജ്ഞാനം എന്ന വാക്കുകൊണ്ട് ഇതാണ് സൂചിപ്പിക്കുന്നത്. ഭക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു ജ്ഞാനമാണ് ഉണ്ടാകേണ്ടത്. ഇനി രണ്ടാമത്, ഭക്തിയുടെ പുത്രനാണ് വൈരാഗ്യം. ഈ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൈരാഗ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം, വൈരാഗ്യം എന്ന് വെച്ചാൽ വിഗതഃ രാഗഃ എന്നാണ് ആ വാക്കിന്റെ അർത്ഥമായിട്ട് പറയാറ്. രാഗം ഇല്ലാത്ത അവസ്ഥ. രാഗം എന്ന് വെച്ചാൽ എന്താ? രാഗം എന്ന് വെച്ചാൽ ഒട്ടലില്ലായ്മ, ചേർന്നിരിക്കുന്ന അവസ്ഥ, ഇല്ലായ്മ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം, വാക്കിന്റെ അർത്ഥം. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയുടെ രസകരമായ ഒരു കഥയുണ്ട് വൈരാഗ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സ്വാമിജി പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്. ഒരു അമ്മമാര് പണ്ട് കാലത്ത്, കുറച്ചു കാലം മുമ്പത്തെ കഥയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ അമ്മമാര് കിണറിന്റെ വക്കത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളം കോരാനൊക്കെ പോയി അവിടെ വട്ടം കൂടി നിന്ന് കുറെ കഥയൊക്കെ പറഞ്ഞ് കുളത്തിന്റെ വക്കത്തോ അല്ലെങ്കിൽ കിണറ്റിൽ വെള്ളം കോരാൻ പോകുന്ന സ്ഥലത്തോ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പൈപ്പൊക്കെ. ഇപ്പൊ ഏതായാലും അവിടെയുള്ള സ്ഥലങ്ങളിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ അമ്മമാര് വട്ടം കൂടി നിന്ന് ചർച്ച ചെയ്യാം.
കഥകളൊക്കെ വെറുതെ നാട്ടു വർത്താനൊക്കെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ അവരുടെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് കളിക്കുന്നുണ്ടാവും. ഇതുപോലെ ഒരു രംഗമാണ് സമയം. ഇപ്പൊ കുറച്ച് അമ്മമാര് വർത്താനം പറഞ്ഞു നിൽക്കണം, അവരുടെ കുട്ടികൾ അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ആ കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടി പെട്ടെന്ന് വായില് പതയും നുരയൊക്കെ വന്നുകൊണ്ട് താഴെ വീണു. ആ കുട്ടിക്ക് ഫിറ്റ്സ് വന്നു, അപസ്മാരം പോലെ എന്തോ വന്നു. അപ്പൊ ആ കുട്ടി താഴെ വീണത് കണ്ടപ്പോ എല്ലാവരും കൂടി അവിടേക്ക് ഓടിപ്പോയി. ഓടിപ്പോയ കൂട്ടത്തിൽ എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി ഓടി വന്ന അമ്മമാരുടെ കൂട്ടത്തിൽ ഒരമ്മ പെട്ടെന്ന് ബോധം കെട്ട് വീണുപോയി. ഇനി പറയാതെ തന്നെ നമുക്കറിയാം ഏതമ്മയായിരിക്കും ബോധം കെട്ട് വീണുണ്ടാവുക, കുഴഞ്ഞു വീണിട്ടുണ്ടാവുക. അത് ഈ കുട്ടിയുടെ അമ്മയായിരിക്കും. ഈ ബോധം കെട്ട് വീണ, ഈ അപകടം വന്നിട്ടുള്ള കുട്ടിയുടെ അമ്മയായിരിക്കും ബോധം കെട്ട് വീണിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അമ്മ പെട്ടെന്ന് കുഴഞ്ഞ് താഴെ വീണു. ഇനി ഇവിടുത്തെ ചോദ്യം, ഈ അമ്മയെ കുഴഞ്ഞു വീഴാൻ പ്രേരിപ്പിച്ച, അഥവാ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് അമ്മയെ എത്തിച്ചത് എന്താണ്? ആ എത്തിച്ച അവസ്ഥയുടെ പേരാണ് രാഗം. അതിന്റെ പേരാണ് രാഗം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരമ്മ കുഴഞ്ഞു വീണത് കൊണ്ട് ആ കുട്ടിക്കോ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആളുകൾക്കോ ഈ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? അങ്ങനെ ഒരാൾ കുഴഞ്ഞു വീണത് കൊണ്ട് ആർക്കും പ്രയോജനമൊന്നുമില്ല. എല്ലാവർക്കും വാസ്തവത്തിൽ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഈ കുട്ടിയെ നോക്കണ കൂട്ടത്തിൽ ഈ അമ്മയും കൂടി നോക്കണം എന്നുള്ള അവസ്ഥയിലെത്തി. ഒന്ന്. രണ്ടാമത്, ഈ കുട്ടിയെ ഏറ്റവും ഭംഗിയായി ശുശ്രൂഷിക്കാൻ പറ്റുന്നയാള്, ഏറ്റവും നന്നായി നോക്കാൻ പറ്റുന്നയാളാരാ? അത് ഈ ബോധം കെട്ട് കിടക്കുന്ന അമ്മയാണ്. അതുകൊണ്ട് ബോധം കെട്ടത് കൊണ്ട് പ്രയോജനമൊന്നും ഇല്ല എന്ന് മാത്രമല്ല, ഉപദ്രവം ഉണ്ടാവുകയും കൂടി ചെയ്തു. ഒരു വിഷമവും കൂടി കൂടുതലായി എന്നാണ്. അപ്പൊ വാസ്തവത്തിൽ രാഗം എന്ന വാക്കിന്റെ അർത്ഥം ഇങ്ങനെ, നമ്മള് ഇപ്പൊ ആ രംഗത്തെ നമ്മളൊന്ന് നിർവചിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട, നമ്മൾ ചെയ്യേണ്ട കർത്തവ്യത്തെ, നമ്മളുടെ സ്വധർമ്മത്തെ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത് എന്താണോ ആ മാനസികാവസ്ഥയുടെ പേരാണ് രാഗം. രാഗം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ധർമ്മം, നമ്മുടെ കർത്തവ്യം. ഇവിടെ അമ്മയുടെ കർത്തവ്യമായിരുന്നു ആ കുട്ടിയെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. അതിൽ നിന്ന് തടയുന്നത് എന്തോ അതിന്റെ പേരാണ് രാഗം. രാഗം ഇല്ലാത്ത അവസ്ഥയുടെ പേരാണ് ഇനി എന്ത്? വൈരാഗ്യം. അപ്പൊ വൈരാഗ്യം എന്നത് ശത്രുതയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ ഉള്ള ദേഷ്യമോ ശത്രുതയോ അങ്ങനെ യാതൊന്നുമല്ല. വൈരാഗ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? രാഗമില്ലാതെ ഈ ഒട്ടലിലായി. അപ്പൊ ഈ അമ്മ തന്നെ ഈ സന്ദർഭം എടുത്ത് നോക്കിയിട്ട് ഈ അമ്മ തന്നെ വൈരാഗ്യത്തോടു കൂടിയുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും? ഈ അമ്മ ഓടിച്ചെല്ലുന്നു, കുട്ടിയെ വാരിയെടുക്കുന്നു, എന്താ അസുഖം എന്നുള്ളത് നോക്കണോ. മുൻപ് ഇങ്ങനെ ഫിറ്റ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിചയം ഉണ്ടെങ്കിൽ അതിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. നീ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണു, വണ്ടി വിളിക്കണു. ഈ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുക എന്നുള്ളതാണ് ആ സമയത്ത് വേണ്ടത്, ബോധം കെടുക എന്നുള്ളതല്ല. പക്ഷെ മനുഷ്യ സഹജമായിട്ട് നമുക്ക് പല ആൾക്കാർക്കും ഉണ്ടാവാറുള്ളത് ഈ രാഗമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വന്നാൽ നമുക്ക് ഇതുപോലെ ബോധക്കേട് വരിക ചെയ്യും. എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടും. അതുകൊണ്ട് നമുക്കും പ്രയോജനമില്ല, നാട്ടുകാർക്കും പ്രയോജനമില്ല. അപ്പൊ ഇവിടെ വൈരാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഗമില്ലാത്ത അവസ്ഥ എന്നത്. പിന്നെ ഇവിടെ ആധ്യാത്മികതയിൽ ഈ വൈരാഗ്യം, ഇത് ഭൗതികമായിട്ടും ഉണ്ട്. നേരത്തെ ജ്ഞാനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഭൗതികമായ വൈരാഗ്യവും ഉണ്ട്, ആധ്യാത്മികമായ വൈരാഗ്യവും ഉണ്ട്. ഭൗതികമായ വൈരാഗ്യത്തിന്റെ ഉദാഹരണമാണ് ഇപ്പൊ യേശുദാസ്, അല്ലെങ്കിൽ പഴയ സ്പോർട്സ് താരം PT ഉഷ, അതുപോലുള്ള സച്ചിൻ ടെണ്ടുൽക്കർ, ഇങ്ങനെയൊക്കെയുള്ള സ്പോർട്സിലോ അല്ലെങ്കിൽ കലകളിലോ ഒക്കെ പ്രസിദ്ധരായ ആളുകൾ. അവരുടെയൊക്കെ വൈരാഗ്യത്തിന്റെ തീവ്രത കൊണ്ടാണ് അവരെത്തിയ ആ തലത്തിലേക്ക് അവർക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് സാധിക്കില്ല. എത്രയോ രുചികരമായതാണ്, നാവിന് രുചി തോന്നുന്ന പല ഭക്ഷണങ്ങളും വേണ്ടെന്ന് വെക്കുന്നത് കൊണ്ടാണ് യേശുദാസിന്റെ ശബ്ദം ഇന്ന് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ സ്പോർട്സ് താരങ്ങൾ അവരുടെ ശരീരത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ വൈരാഗ്യം കൊണ്ടാണ്. പല ഭക്ഷണങ്ങളും കഴിക്കില്ല, അല്ലെങ്കിൽ പല സാധനങ്ങളും വേണ്ടെന്ന് വെച്ചു, പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കുന്നത് കൊണ്ടാണ് ആ ഫിറ്റ്നസ് അവർക്ക് നിലനിർത്താൻ പറ്റുന്നത്. അത് ഭൗതികമായി. ഒരു ശാസ്ത്രജ്ഞൻ പരീക്ഷണശാലയിൽ രാവിലെ എണീറ്റിട്ട് കുറെ ഫേസ്ബുക്കൊക്കെ നോക്കി, കുറച്ച് ഫോണിലൊക്കെ വിളിച്ചു, കുറെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ റീൽസ് ഒക്കെ കണ്ടു, പിന്നെ യൂട്യൂബിൽ വെറുതെ കുറെ സ്ക്രോൾ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്തെങ്കിലും ചെയ്യാൻ പോണതെങ്കിൽ അദ്ദേഹത്തിന് എവിടെ എത്താൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെതായ ഒന്നും വരില്ല. ഇതൊന്നും ഇല്ല, ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അവരുടേതായ ലോകത്തേക്ക് അവർക്ക് എത്താൻ പറ്റിയത്. ഇപ്പൊ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതേ യൂട്യൂബ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആളെ കുത്തി കൊല്ലാൻ വേണ്ടിയിട്ടും ഒരേ കത്തി ഉപയോഗിക്കാണ്. അതുപോലെ അപ്പൊ ഇത് പഠന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ പരിഹരിച്ചിട്ടല്ല പറഞ്ഞത്, മറിച്ച് വെറുതെ പ്രയോജനമൊന്നുമില്ലാതെ വെറുതെ സ്ക്രോൾ ചെയ്തിട്ട് സമയം കളയുന്നത്
ആണ് ഇവിടെ പരിഹസിക്കപ്പെട്ടത്. അത് എടുത്തു പറയണം. കാരണം ഇപ്പൊ ഉടനെ ആളുകൾ ചോദിക്കും, ഇതേ യൂട്യൂബിലല്ലേ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? യൂട്യൂബ് പഠനാവശ്യത്തിന് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ ഇതേ ഫേസ്ബുക്കിനെയും ഇതേ ഇൻസ്റ്റഗ്രാമിനെയും വാട്സപ്പിനെയും ഒക്കെ പ്രയോജനത്തിന് ഉപയോഗിക്കുന്നവരുണ്ട്. അതല്ല ഇവിടെ ചോദ്യം ചെയ്ത വിഷയം നടത്തും. അപ്പൊ അങ്ങനെ ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഏകാഗ്രത, മറ്റുള്ള വിഷയങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നതാണ് വൈരാഗ്യം. ഇത് ഭൗതികമാണ്. പിന്നെ ആധ്യാത്മികതയിലെ വൈരാഗ്യം എങ്ങനെ ഇരിക്കും? ഇതേപോലെ നേരത്തെ പറഞ്ഞ ജ്ഞാനം, അതായത് ഭൗതികമായതിൽ നിന്ന് എൻ്റെ ഭൗതികമായ വിഷയം, ബാഹ്യമായ വിഷയത്തിൽ നിന്ന് എന്നെ സംബന്ധിച്ച ഭൗതികമായ ബാഹ്യമായ വിഷയങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് വലിയുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തേക്ക് ഏറ്റവും ഉള്ളിൽ തന്നെയുള്ള ഞാൻ ആരാണ് എന്ന അന്വേഷണത്തിലേക്ക് എത്തുന്ന ജ്ഞാനം. ആ ജ്ഞാനത്തിന് സഹായകമായ വൈരാഗ്യം ആണ് ഇവിടുത്തെ വിഷയം. ആ ജ്ഞാനത്തിന് സഹായകമായ, അതിനനുഗുണമായ വൈരാഗ്യം. അപ്പൊ അതിന് വേണ്ടത് എന്തൊക്കെയാണോ അതിന് പാകത്തിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കില്ല. അതിന് വിരുദ്ധമായ ജ്ഞാനം ആർജിക്കുന്നതിന് വേണ്ട സാധനകൾ ചെയ്യുന്നതിന് വിരുദ്ധമായ ഭക്ഷണത്തെ കഴിക്കില്ല. അതിന് വിരുദ്ധമായ സ്ഥലങ്ങളിൽ ഞാൻ പോകില്ല. അതിന് വിരുദ്ധരായ ആളുകളുമായി ഞാൻ കൂട്ടുകൂടില്ല. അതിപ്പോ ഭാര്യ ആയാലും അല്ലെങ്കിൽ ഭർത്താവായാലും മക്കളായാലും അച്ഛനമ്മമാരായാലും സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും ആരായാലും അവരോട് ഞാൻ കൂട്ടുകൂടില്ല. ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിനെ വളർത്താനും അതിന്റെ ഉത്തരം കണ്ടെത്താനും സഹായിക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ഞാൻ നിലനിൽക്കുകയുള്ളൂ എന്ന് കർശനമായി തീരുമാനിക്കുന്നതാണ് ഇവിടുത്തെ വൈരാഗ്യം. അപ്പൊ ഭക്തിയിൽ നിന്ന് ഈ ജ്ഞാനവും ഭക്തിയിൽ നിന്ന് ഈ വൈരാഗ്യവും ഉണ്ടാകണം എന്നാണ് ഇവിടെ സൂചന. ഇതെന്തിനാ എത്രയൊക്കെ എടുത്തു പറയുന്നത്? ഇത് ഭാഗവതം മുമ്പോട്ട് വെക്കുന്ന മുഖ്യമായ ആശയമാണ്. ഭാഗവതത്തിന്റെ തന്നെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഭക്തിയെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ഭക്തി എത്ര തത്ര ജ്ഞാന വിരാഗ സഹിതം നൈഷ്കർമ്മ്യം ആവിഷ്കൃതം എന്നാണ് ഭാഗവതം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്. ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടി ചേർന്നിട്ടുള്ള നൈഷ്കർമ്മ്യ ഭക്തി, നിഷ്കാമമായ ഭക്തി, അനന്യമായ ഭക്തി എന്നൊക്കെ അതിന് വേറെ വേറെ പേരുകൾ പറയുന്നുണ്ട്. ഇത് ആ ആത്യന്തികമായ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടെ ജ്ഞാനവും വൈരാഗ്യവും, അവനവനെ കുറിച്ച്, എന്നെ കുറിച്ച്, ഞാൻ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ബോധ്യവും അറിവും, അതോടൊപ്പം അതിന് വിരുദ്ധമായ സാഹചര്യങ്ങളോടുള്ള പൂർണ്ണമായ വൈരാഗ്യവും ഉള്ളയാളാണ്. അങ്ങനെയുള്ള ഭക്തനെയാണ് ഭാഗവതം ഉത്തമമായിട്ട് കാണുന്നത്. ഇങ്ങനെ അല്ലാത്ത ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാകാം എന്നതിന്റെ കൂട്ടത്തിൽ സൂചനയുണ്ട്. ജ്ഞാനം ഇല്ല, ഭക്തിയില്ല, വൈരാഗ്യമില്ല, ഇങ്ങനെയൊക്കെ ആളുകൾ പല രീതിയിൽ ഉണ്ടായേക്കാം. അതൊന്നും ഏറ്റവും ഉത്തമമായതല്ല എന്നും കൂടി ഇവിടെ സൂചിപ്പിക്കുക. ഭാഗവതം മുമ്പോട്ട് വെക്കുന്നത് ജ്ഞാനവും വൈരാഗ്യവും ചേർന്ന ഭക്തിയാണ്. ജ്ഞാനമില്ലാത്ത ഭക്തി, വൈരാഗ്യമുണ്ട്, നല്ല ഭക്തനാണ്, പക്ഷെ ജ്ഞാനമില്ല. അങ്ങനെയുള്ള ഭക്തി അധികം വൈകാണ്ട് അന്ധവിശ്വാസത്തിലേക്കോ അനാചാരത്തിലേക്കോ ഒക്കെ വഴുതി വീഴാൻ സാധ്യതകളുണ്ട്. അതുപോലെ വൈരാഗ്യമില്ലാത്ത ജ്ഞാനവും ഭക്തിയും ഉണ്ട്, വൈരാഗ്യമില്ല. വൈരാഗ്യമില്ലാത്ത ഭക്തിയാണെങ്കിലോ അപ്പൊ അത് ചിലപ്പോഴെങ്കിലും അത് ശുഷ്കമാവാൻ സാധ്യതയുണ്ട്, അത് പതിക്കാൻ സാധ്യതയുണ്ട്, വഴിതെറ്റി പോകാൻ സാധ്യതകളുണ്ട്. ജ്ഞാനവും വൈരാഗ്യവും ഇല്ല, ഭക്തി മാത്രമേ ഉള്ളൂ എന്നാണെങ്കിലോ അത് കേവലം പ്രകടനമായിട്ടും പലപ്പോഴും അത് എന്താ പറയുക, ചില ആഭാസമായിട്ടൊക്കെ പരിണമിക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെ സാധ്യതയാണ്, എല്ലാം അങ്ങനെ ആയിക്കൊള്ളുന്നല്ല, അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഈ അപകടത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഭാഗവതം മുമ്പോട്ട് വെക്കുന്നത് ജ്ഞാന വൈരാഗ്യങ്ങളോട് ചേർന്ന ഭക്തിയാണ്. ഇങ്ങനെ ഒരു ഭക്തിയാണ് ഉത്തമമായിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ കാണിച്ചു തരുന്ന ചിത്രം എന്താ? അതിൽ ഭക്തി ഉണ്ട്, ഭക്തി യുവതിയായിട്ടിരിക്കുന്നുണ്ട്, ജ്ഞാനവും വൈരാഗ്യവും ജീർണാവസ്ഥയിലുമാണ്. ഇത് ആധുനിക കാലത്തിന്റെ ഒരു ചിത്രമാണ് കാണിച്ചു തരുന്നത്, കലിയുഗത്തിന്റെ ഇപ്പോൾ ഉള്ള ഒരു ചിത്രമാണ് കാണിച്ചു തരുന്നത്. ഭക്തി പല രീതിയിലുണ്ട്. അതാത് കാലങ്ങളിൽ 5000 കൊല്ലമായിട്ടുള്ള കലിയുഗം തുടങ്ങിയിട്ട് അതാത് കാലങ്ങളിൽ ഇത് പല രീതിയിൽ ഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടതൊക്കെ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ജ്ഞാനവും വൈരാഗ്യവും വേണ്ടത്ര വളരണില്ല, അതിന് വേണ്ടത്ര കിട്ടണില്ല എന്ന അവസ്ഥ. ഈ പറഞ്ഞു വരുന്ന സമയത്ത് ഇതിന്റെ അവസാനിപ്പിക്കണം അങ്ങനെയാണ്. ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ ജീർണിച്ച് കിടക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് നാരദ മഹർഷി അന്വേഷിക്കുകയും ഒടുവിൽ നാരദ മഹർഷി കണ്ടെത്തുന്നത് ഭക്തിയെ സ്വീകരിക്കാൻ വൃന്ദാവനത്തിലെത്തിയപ്പോൾ ആളുകൾ ഉണ്ടെങ്കിലും ജ്ഞാനവൈരാഗ്യങ്ങളെ സ്വീകരിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ ഇങ്ങനെ ജീർണിച്ചു പോയത് എന്നാണ് കണ്ടെത്തുന്നത്. അപ്പൊ ആ കണ്ടെത്തുന്ന ആ കാഴ്ച
അതാണ് ഇന്നത്തെ അവസ്ഥ എന്നുള്ളത്. ഭക്തിയുണ്ട്, ജ്ഞാനവും വൈരാഗ്യവും കുറവാണ്. ഇവിടെ ഇത് മൂന്നും കൂടി ചേർന്നിട്ട് വേണം ഭാഗവതം മുമ്പോട്ട് വെക്കുന്ന ഉത്തമ മാതൃകയിലേക്ക് എത്താം എന്നും കൂടി ഓർമ്മിപ്പിക്കാം. ഇനി ഭക്തിയുടെ വളർച്ചയുടെ കഥയും കൂടി പറഞ്ഞിട്ടുണ്ട്. ജാഥ ദ്രാവിഡത്തിലാണ് ജനിച്ചതെന്ന്, അത് കഴിഞ്ഞ് കർണാടകത്തിൽ വർദ്ധിച്ചു എന്നും, ഗുർജരത്തിലെത്തിയപ്പോൾ ജീർണിച്ചു പോയി എന്നും, മഹാരാഷ്ട്രയിൽ വളരെ വർദ്ധിച്ചു, വളരെ വളർച്ചയുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഒരു ചിത്രവും കൂടി കൂട്ടത്തിൽ കാണാം. ഇത് രണ്ടു തരത്തിലും പറയാം, ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും അവനവനിലേക്ക് ചേർത്തിട്ടും പറയാറുണ്ട്. ഭൗതികമായിട്ട് പറയുമ്പോൾ നമുക്ക് കഥ വേഗം മനസ്സിലാവും. ദ്രാവിഡ ദേശത്താണ് ഭക്തി പ്രസ്ഥാനങ്ങളുടെ ജനനം ഉണ്ടായത്. ഭക്തി പ്രസ്ഥാനം നമ്മുടെ എഴുത്തച്ഛനും ഒക്കെ ഇളപ്പുദാനത്തിന്റെയും ഒക്കെ കാലത്തും അതുപോലെ അവര് ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ അവസാന കാലഘട്ടമാണ്. അതിന്റെ അപ്പുറത്ത് തുടക്കത്തിൽ നിരവധി മഹാത്മാക്കള് ഭാഗവതത്തിലും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ള പേരുള്ളവരും അതിന്റെ അപ്പുറത്തുള്ളവരും മുമ്പുള്ളവരുമായിട്ട് എത്രയോ മഹാത്മാക്കള് ഈ ദ്രാവിഡ ദേശത്ത് നിന്ന് ഭക്തി പ്രസ്ഥാനത്തെ ആരംഭിച്ചു. അത് കഴിഞ്ഞ് അത് കർണാടകത്തിൽ വർദ്ധിച്ചു. കർണാടക ദേശത്തെത്തിയപ്പോൾ വീണ്ടും വലുതായി, മഹാരാഷ്ട്രയിൽ വീണ്ടും വലുതായി, ഗുജറാത്തിന്റെ ഭാഗത്തെത്തിയപ്പോഴേക്കും അധപ്പതിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഭക്തി യുവതിയായി എന്നാണ് ചിത്രം. ഇതേ രംഗത്തെ അവനവന്റെ തലത്തിലേക്കും പറയാറുണ്ട്. ദ്രാവിഡ ദേശത്ത് ഹൃദയത്തില് ഈ ഭക്തി ഉണർന്ന ഭക്തിയെ വൃദ്ധിം കർണാടകീയ ഗത, ചെവിയിലൂടെ കേട്ടിട്ട് ഭക്തി വർദ്ധിച്ചു. ആചാര്യന്മാരുടെ വാക്കുകളെയും പ്രവചനങ്ങളെയും കഥകളെയും ഒക്കെ കേട്ട് 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 ഭക്തി വർദ്ധിച്ചു. അത് കഴിഞ്ഞ് അത് മഹാരാഷ്ട്രത്തിൽ വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് അത് വളരെ വലുതായി, അത് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മാറി. പക്ഷെ ഒടുവിൽ ഗുർജര ദേശത്ത് വെച്ചപ്പോ പ്രായാധിക്യം കൊണ്ടും അതുപോലെ ചിന്തകളുടെ ജീർണതയൊക്കെ വന്ന സമയത്ത് അത് ക്ഷീണിച്ചു എന്ന അർത്ഥത്തിലും പറയാറുണ്ട്. അത് എന്താ പറയാ, അവനവന്റെ തലത്തിലേക്ക് എടുത്തിട്ട് അതിനെ വ്യാഖ്യാനിച്ച് ഇങ്ങനെയും പറയാറുണ്ട് എന്നർത്ഥം. അപ്പൊ ഭക്തിക്ക് അങ്ങനെ ഭക്തി വീണ്ടും വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഉണർന്നു വന്നെങ്കിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അതുപോലെ എന്താ പറയാ വൃന്ദാവനത്തിലെ കഥകളിലേക്കും ഒക്കെ എത്തിയപ്പോൾ, യമുനാ തീരത്ത് പുണ്യതീർത്ഥങ്ങളിലേക്കൊക്കെ എത്തിയപ്പോൾ ഭക്തി വർദ്ധിച്ചെങ്കിലും ജ്ഞാനവൈരാഗ്യങ്ങൾ ആ ഒരു വളർച്ച അവർക്ക് ആ ഒരു ശ്രേഷ്ഠത അവർക്ക് വന്നിട്ടില്ല എന്നുള്ള രംഗവും കൂടി പറഞ്ഞു വെക്കുക. അപ്പൊ ഇതാണ് സാഹചര്യത്തിലുള്ള രംഗം. ഇനി ഇതിനെന്താ പരിഹാരം എന്നാണ് നാരദ മഹർഷി നമുക്ക് പറഞ്ഞു തരാൻ പോണത്. മാഹാത്മ്യം കഥകളിലൂടെ 6 അധ്യായത്തിലൂടെ എങ്ങനെയാണ് ഈ ജീർണാവസ്ഥയ്ക്ക്, ഭക്തിയുണ്ട് ജ്ഞാനവൈരാഗ്യങ്ങൾ കുറവാണ് എന്നുള്ള ഈ ജീർണാവസ്ഥയ്ക്ക് പരിഹാരം എന്താണ്, അത് ഭാഗവതം എങ്ങനെ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് 6 അധ്യായങ്ങളിൽ മാഹാത്മ്യത്തില് പറയണത്. ഭാഗവതത്തിലേക്ക് വരുമ്പോൾ ഇതാണ് വിഷയം. എങ്ങനെ ക്രമത്തിൽ ഭക്തിയെ വർദ്ധിപ്പിച്ച് അതോടൊപ്പം ജ്ഞാനവൈരാഗ്യങ്ങളെയും വർദ്ധിപ്പിച്ച് നമ്മളെ ഉയർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഭാഗവതത്തിലെ പൂർണ്ണമായ വിഷയം.